ഹായ് ഹലോ എല്ലാവരെയും ഈ ക്ലാസ്സിലേക്ക് വെൽക്കം ചെയ്യുന്നു. 10ാം ക്ലാസ്സിലെ ബയോളജിയിലെ 7ാമത്തെ ചാപ്റ്ററായിട്ടുള്ള ജെനറ്റിക്സ് ഓഫ് ദ ഫ്യൂച്ചറാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്റർ 4 പാർട്സായിട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിലെ ഫസ്റ്റ് പാർട്ട് ഇന്ന് എടുക്കുന്നതായിരിക്കും. അധികം ലേറ്റ് ആക്കാതെ തന്നെ എല്ലാവരെയും ഒന്നും കൂടെ വെൽക്കം ചെയ്തുകൊണ്ട് നമുക്കങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹെൽത്ത് ക്ലബിലുള്ള ഒരു സെമിനാറാണ് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ഒരു ഡോക്ടർ ഇവിടെ നിന്നെന്തോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കുറച്ച് സ്റ്റുഡൻസ് അദ്ദേഹത്തിൻ്റെ സെമിനാർ അറ്റൻഡ് ചെയ്യാനായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയാണ്, കുട്ടികളെ, നിങ്ങൾ ഇൻസുലിനെ പറ്റി കേട്ടിട്ടുണ്ടോ? എന്താണ് ഇൻസുലിൻ? എന്തിനാണ് ഇൻസുലിൻ ഉപയോഗിക്കുന്നത്? നമ്മുടെ ബ്ലഡിലുള്ള ഷുഗർ ലെവൽസ് കൺട്രോൾ ചെയ്യാനാണ് ഇൻസുലിൻ ഉപയോഗിക്കുന്നത്. ബ്ലഡിലുള്ള ഷുഗർ ലെവൽ കൂടിയാൽ എന്ത് ചെയ്യും? ഡയബറ്റീസിന് കാരണമാകും. സോ ഡയബറ്റീസിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയാണ് മെയിൻലി ഇൻസുലിൻ ഉപയോഗിക്കുന്നത്. അത് ബാക്ടീരിയയിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ഡോക്ടർ പറയുകയാണ്. അത് കേട്ടപ്പോൾ അതിലിരുന്ന ഒരു കുട്ടിക്ക് ഡൗട്ട് വരികയാണ് പെട്ടെന്ന്. ആ കുട്ടിയുടെ ഡൗട്ട് ഇതാണ്: ഹൗ ക്യാൻ ദ ഇൻസുലിൻ പ്രൊഡ്യൂസ്ഡ് ബൈ ബാക്ടീരിയ ബി യൂസ്ഡ് ബൈ ഹ്യൂമൻസ്? ബാക്ടീരിയയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിൻ എങ്ങനെയാണ് ഹ്യൂമൻസിൽ ഉപയോഗിക്കുന്നത്? അതിലോട്ട് പോകുന്നതിന് മുൻപ് എന്താണ് ഇൻസുലിൻ എന്ന് അറിഞ്ഞിരിക്കണം. സോ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ബ്ലഡിലുള്ള ഷുഗറിൻ്റെയും ഗ്ലൂക്കോസിൻ്റെയും ലെവൽസ് കൺട്രോൾ ചെയ്യാനാണ് ഇൻസുലിൻ യൂസ് ചെയ്യുന്നത്. ഇൻസുലിൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഹോർമോണാണ്. നമ്മുടെ പാങ്ക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്. അതിലെ ബീറ്റാ സെൽസ് ആണ് ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണ് സെഗ്രിഗേറ്റ് ചെയ്യുന്നത്. ഡയബറ്റീസ് ഉള്ളവർക്ക്, അല്ലെങ്കിൽ ഷുഗർ ഉള്ളവർക്ക്, അല്ലെങ്കിൽ എന്താണ് പ്രമേഹം ഉള്ളവർക്കാണ് ഇൻസുലിൻ കുത്തിവെച്ച് കൊടുക്കാറുള്ളത്. ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രം: നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഷുഗർ ലെവൽസ് എന്താണ് എപ്പോഴും ഒരേപോലെ നിൽക്കണമെന്നില്ല. ചിലപ്പോൾ ബ്ലഡ് ഷുഗർ കൂടാം, ചിലപ്പോൾ എന്താണ് ഷുഗർ ലെവൽസൊക്കെ ഡൗൺ ആവാം. സോ ഇങ്ങനെ ഒരു മീഡിയം റേഞ്ചിൽ നിർത്താൻ സഹായിക്കുന്നതാണ് ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ. ഈ ഡയബറ്റീസ് അല്ലെങ്കിൽ ഷുഗർ, പ്രമേഹം എന്ന് പറയും, അത് ഉള്ളവർക്ക് ഈ ഹോർമോൺ, ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ അവരുടെ ശരീരത്തിൽ എന്താണ് കൃത്യമായിട്ടുള്ള അളവിൽ സെഗ്രിഗേറ്റ് ചെയ്യാൻ സാധിക്കാതെ വരുമ്പോഴാണ് ഇൻസുലിൻ നമ്മൾ എക്സ്റ്റേണലി എന്ത് ചെയ്തത് കൊടുക്കുന്നത്. സോ ഈ ഷുഗർ ലെവൽസ് ഡൗൺ ആവുന്ന സാഹചര്യത്തിലും ഹൈ ആവുന്ന സാഹചര്യത്തിലും പലതരത്തിലുള്ള എന്താണ് സിംറ്റംസ് ഒക്കെ കാണിക്കാറുണ്ട്. പലതരത്തിലുള്ള അസുഖങ്ങൾക്കും അത് കാരണമാകാറുണ്ട്. അപ്പോൾ ആ ചോദ്യത്തിലോട്ട് പോവാം. ഹൗ ക്യാൻ ബാക്ടീരിയ പ്രൊഡ്യൂസ് ഇൻസുലിൻ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ബൈ ഹ്യൂമൻസ്? മനുഷ്യർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇൻസുലിൻ എങ്ങനെയാണ് ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ജനറ്റിക് എഞ്ചിനീയറിംഗ് യൂസ് ചെയ്തിട്ടാണ്. അപ്പം നിങ്ങൾക്ക് ഡൗട്ട് വരും, എങ്ങനെയാണ് ഈ ജനറ്റിക് എഞ്ചിനീയറിംഗ് യൂസ് ചെയ്ത് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അപ്പം നമുക്കിതിനെ 2 പാർട്ടായിട്ട് എടുക്കാം. ഫസ്റ്റ് പാർട്ട് ഹ്യൂമൻ സെല്ല്, സെക്കൻഡ് പാർട്ട് ബാക്ടീരിയ. ഫസ്റ്റ് ഹ്യൂമൻ സെല്ലിൽ നടക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. നമുക്കറിയാം, സെൽസിനകത്ത് ക്രോമസോം ഉണ്ട്. ക്രോമസോമിൻ്റെ ഉള്ളിൽ എന്താണ്? DNA ഉണ്ട്. ഫസ്റ്റ് നമ്മൾ എന്താണ് ഹ്യൂമൻ DNA നിന്നും ഇൻസുലിൻ ജീനിനെ കട്ട് ചെയ്ത് എടുക്കുന്നു. അടുത്തിനി ബാക്ടീരിയയിൽ പറയുന്ന കാര്യമാണ്. ബാക്ടീരിയയിൽ നിന്നും എന്താണ് അതിൻ്റെ DNA നമ്മൾ എടുക്കുന്നു. സോ ബാക്ടീരിയയുടെ ഉള്ളിൽ സർക്കുലർ DNA ആണ് ഉള്ളത്. സർക്കുലർ DNA ആണുള്ളത്. അതിനെ നമ്മൾ പ്ലാസ്മിഡ് എന്ന് പറയും. എന്താണ്? പ്ലാസ്മിഡ് എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ചെയ്യുന്നത് ഈ പ്ലാസ്മിഡിൻ്റെ ഐസൊലേഷനാണ്. പ്ലാസ്മിഡിനെ നമ്മളിങ്ങനെ പുറത്ത് എടുക്കും. അപ്പോൾ നമ്മൾ നേരത്തെ ഹ്യൂമൻ സെല്ലിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇൻസുലിൻ്റെ ജീൻ അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇൻസുലിൻ ജീനിനെയും ഈ നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുത്ത പ്ലാസ്മിഡിനെയും കൂടെ നമ്മൾ എന്ത് ചെയ്യും? കമ്പൈൻ ചെയ്യിപ്പിക്കും. അതായത് ഹ്യൂമൻ സെല്ലിൽ നമ്മൾ ഇൻസുലിൻ ജീനിനെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ്? പ്ലാസ്മിഡിനെ ബാക്ടീരിയയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇതിനെ രണ്ടിനെയും കൂടെ എന്ത് ചെയ്യും? നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കും. അപ്പോൾ അവരെന്താണ് ഒരുമിച്ച്, നേരത്തെ സെപ്പറേറ്റ് ആയിട്ടിരുന്ന 2 ആൾക്കാരിപ്പോൾ ഒരുമിച്ചിരിക്കുകയാണ്. സോ ഇനി അവൻ എന്ത് ചെയ്യും? നമ്മുടെ ബാക്ടീരിയയുടെ ഉള്ളിലോട്ട് വയ്ക്കും. സോ ബാക്ടീരിയയിലെ സെല്ലിലോട്ട് എന്ത് ചെയ്യും? ഇത് ഇൻസെർട്ട് ചെയ്യും. സോ ആ കൾച്ചർ മീഡിയത്തിൽ കിടന്ന് ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്യുകയും ഇനാക്റ്റീവായിട്ടുള്ള ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. സോ ഇതിൽ നിന്നും എന്താണ് ആക്റ്റീവായിട്ടുള്ള ഇൻസുലിൻ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇത്രയാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് ഉപയോഗിച്ചുകൊണ്ട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സ്റ്റെപ്സ്. ഇതിൻ്റെ പിക്ചർ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ ഈ പറഞ്ഞ കാര്യമാണ് ആ പിക്ചറായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ബാക്ടീരിയയ്ക്ക് വന്ന കുറച്ച് മാറ്റങ്ങളുണ്ട്. ആ ബാക്ടീരിയയിലെ ജെനറ്റിക്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്? മാറ്റം വന്നിട്ടുണ്ട്. ആ ബാക്ടീരിയയ്ക്ക് പുതിയൊരു സ്വഭാവം, ഒരു ട്രൈറ്റ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ഫോം ആയെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നെ എന്താണ്? ആ ബാക്ടീരിയയ്ക്ക് വേണമെങ്കിൽ ഇനിയും എന്താണ് ഇതേപോലെ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും.
അടുത്ത് പറയാൻ പോകുന്നത് ജെനറ്റിക് എഞ്ചിനീയറിങ്ങിനെ പറ്റിയാണ്. ശാസ്ത്രലോകം എന്താണ് എപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഒരു ജീവിയുടെ ജെനറ്റിക് മെറ്റീരിയൽ ചേഞ്ച് ചെയ്തുകൊണ്ട് തന്നെ നമുക്കെന്താണ് വ്യത്യസ്ത തരം ഓർഗാനിസത്തിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. മൈക്രോ ഓർഗാനിസത്തിനെയും പിന്നെ ബയോളജിക്കൽ പ്രോസസ്സിനെയും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് മനുഷ്യനാവശ്യമായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെക്നോളജിയെ വിളിക്കുന്ന പേരാണ് ബയോടെക്നോളജി. 4000 BC തൊട്ട് ഓർഗാനിസമായിട്ടുള്ള ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു തരം ഫംഗസ് ആണ്. അതിനെ ഫുഡ് ഐറ്റംസ് ആയിട്ടുള്ള ബ്രെഡൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ്, അപ്പോൾ ഫംഗസിനും ബാക്ടീരിയയ്ക്കും ഒക്കെ എബിലിറ്റി ഉണ്ടായിരുന്നു ഷുഗറിനെ ആൽക്കഹോളാക്കി മാറ്റാനും. സോ അതിലൂടെ എന്താണ് വൈന്, അപ്പം, കേക്ക് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. ഇതിനെയൊക്കെയാണ് ബയോടെക്നോളജിയുടെ ട്രഡീഷണൽ മെത്തേഡ്സ് അല്ലെങ്കിൽ പാരമ്പര്യ മെത്തേഡ്സ് ആക്കി എന്ത് ചെയ്തത് കൺസിഡർ ചെയ്തത് ഇത്രയും കാര്യങ്ങളെയാണ്. സോ എന്താണ് ബയോടെക്നോളജിയുടെ ഇപ്പോഴത്തെ ആധുനിക രൂപം അല്ലെങ്കിൽ മോഡേൺ ഫോം എന്ന് പറയുന്നത് ജെനറ്റിക് എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ എന്താണ് ജെനറ്റിക് എഞ്ചിനീയറിംഗ്? ഡെഫിനിഷൻ നോക്കാം. ജെനറ്റിക് എഞ്ചിനീയറിംഗ് ഈസ് ദ ടെക്നോളജി ഓഫ് കൺട്രോളിംഗ് ടൈപ്സ് ഓഫ് ഓർഗാനിസംസ് ബൈ ബ്രിങ്ങിങ് അബൌട്ട് ഡിസൈറബിൾ ചേഞ്ചസ് ഇൻ ദ ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഓർഗാനിസംസ്. ഒന്നുമില്ല, സിംപിളി പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിസത്തിൻ്റെ ട്രൈറ്റിനെ അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിനെ അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്ത് അതിൻ്റെ ജെനറ്റിക് മെറ്റീരിയലിൽ അല്ലെങ്കിൽ ജനിതക ഘടനയിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്ന ആ ഒരു ടെക്നോളജിയെയാണ് ജെനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ബേസിസ് എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ആധാരം എന്ന് പറഞ്ഞാൽ ആരാണ്? ജീൻസ് ആണ്. അപ്പോൾ എന്താണ് ജീൻസ്? ജീൻസ് എന്ന് പറഞ്ഞാൽ DNA ഒരു പാർട്ടാണ്, DNA ഒരു ഭാഗമാണ് ജീൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഈ ജീൻസിനെ കട്ട് ചെയ്യാനും മുറിക്കാനും പിന്നെ എന്താണ് ജോയിൻ ചെയ്യാനും സാധിക്കും, കൂട്ടിച്ചേർക്കാനും മുറിക്കാനും സാധിക്കും. അപ്പോൾ നമുക്കറിയാം ജീൻസ് എന്ന് പറഞ്ഞാൽ DNA ഒരു പാർട്ടാണ്, ജെനറ്റിക് മെറ്റീരിയൽ ക്യാരി ചെയ്യുന്ന DNA ഒരു പാർട്ടാണ് ഈ പറയുന്ന ജീൻസ്. സോ നമുക്ക് ജീൻസിനെ കട്ട് ചെയ്യാനായിട്ട് ആരെയാണ് യൂസ് ചെയ്യുന്നത്? എൻസൈംസിനെയാണ് യൂസ് ചെയ്യുന്നത് ജീൻസിനെ കട്ട് ചെയ്യാനും അതിനെ ജോയിൻ ചെയ്യാനും. സോ ഈ എൻസൈമിനെ നമുക്ക് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈംസ് എന്ന് പറയാം. സോ ജീനിനെ കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എൻസൈമിനെ വിളിക്കുന്ന പേരാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എൻസൈം. അപ്പോൾ ജീനിനെ കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എൻസൈമിൻ്റെ പേരെന്താണ്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എൻസൈം. സോ നമ്മൾ പറഞ്ഞു ഈ എൻസൈം യൂസ് ചെയ്തുകൊണ്ട് ജീനിനെ കട്ട് ചെയ്യാമെന്ന്. സാധാരണ നമ്മൾ പേപ്പർ കട്ട് ചെയ്യുന്നത് ഏത് യൂസ് ചെയ്താണ്? സിസേഴ്സ് അല്ലെങ്കിൽ കത്രിക യൂസ് ചെയ്തിട്ടാണ്. സോ ഇവിടെ എന്താണ് ജീനിനെ കട്ട് ചെയ്യല്ലേ. സോ ഈ എൻസൈമിനെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്, ഇതിനെ അറിയപ്പെടുന്നത് ജെനറ്റിക് സിസേഴ്സ് അല്ലെങ്കിൽ മോളിക്കുലർ സിസേഴ്സ് എന്നാണ് പറയുന്നത്. അവിടെ പേപ്പറിനെ കട്ട് ചെയ്യുന്നതിന് നമ്മൾ എന്താണ് സിസേഴ്സ് എന്ന് പറയും. ഇവിടെ ജീനിനെ കട്ട് ചെയ്യുന്നതിനെ ജെനറ്റിക് സിസേഴ്സ് അല്ലെങ്കിൽ മോളിക്കുലർ സിസേഴ്സ് എന്ന് പറയും. ഇനി ഈ കട്ട് ചെയ്ത DNA തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കണം അല്ലെങ്കിൽ അതിനെ ഒട്ടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന എൻസൈമാണ് ലിഗേസ്. അപ്പോൾ ജീൻസിനെ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ യൂസ് ചെയ്യുന്ന എൻസൈമിൻ്റെ പേരാണ് ലിഗേസ് എൻസൈം. അപ്പോൾ നമ്മൾ പറഞ്ഞു റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈമിന് വേറൊരു പേരുണ്ടെന്ന്, ജെനറ്റിക് സിസേഴ്സ് അല്ലെങ്കിൽ മോളിക്കുലർ സിസേഴ്സ്. അപ്പോൾ ഇതിന് നമുക്കൊരു പേര് വേണ്ടേ? യെസ്, തീർച്ചയായും ഇതിനും ഒരു പേരുണ്ട്. നമ്മൾ ഈ ലിഗേസ് എൻസൈം യൂസ് ചെയ്ത് എന്താണ് ജീനിനെ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനെ ഒട്ടിക്കുകയല്ലേ ചെയ്യുക. സോ അതിൻ്റെ പേരാണ് മോളിക്കുലാർ ഗ്ലൂ. എന്താണ് പറയുന്നത്? മോളിക്കുലാർ ഗ്ലൂ എന്നാണ് നമ്മളിതിനെ പറയുന്നത്. അടുത്ത ഒരു ചോദ്യമാണ്, ഹൗ ആസ് ദ ഇൻസുലിൻ പ്രൊഡ്യൂസിങ് ജീൻ ഓഫ് ഹ്യൂമൻസ് ട്രാൻസ്ഫേർഡ് ഇൻ ടു ബാക്ടീരിയ? അതായത് ഹ്യൂമൻസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിൻ ജീനിനെ എങ്ങനെ ബാക്ടീരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം? നമുക്കറിയാം ഒരു സെല്ലിൽ നിന്നും മറ്റൊരു സെല്ലിലോട്ട് ജീനിനെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അതിനെ നിശ്ചിതമായിട്ടുള്ള വെക്റ്റേഴ്സിനെ കൊണ്ടേ സാധിക്കത്തുള്ളൂ. വെക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജീൻസിനെ ഒരു സെല്ലിൽ നിന്നും മറ്റൊരു സെല്ലിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള വെക്റ്റേഴ്സിൽ എന്താണ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ജീൻസ് കാണും. അതിനെ ലിഗേറ്റഡ് ജീൻസ് എന്നാണ് പറയുന്നത്. ട്രാൻസ്ഫർ ചെയ്യാനുള്ള ജീൻസ് കാണും. അത് ഏത് സെല്ലിലോട്ടാണോ ട്രാൻസ്ഫർ ആവേണ്ടത് ആ സെല്ലിൽ ചെന്ന് എന്ത് ചെയ്യും? എൻ്റർ ചെയ്യും. അങ്ങനെ ട്രാൻസ്ഫർ ആവാനുള്ള സെൽസിനെയാണ് ടാർഗറ്റ് സെൽസ് എന്ന് പറയുന്നത്. ബാക്ടീരിയയിലുള്ള പ്ലാസ്മിഡ്സിനെയാണ് ജനറലി വെക്റ്റേഴ്സായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇൻസുലിൻ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ അതിലെന്താണ് ബാക്ടീരിയയുടെ ഉള്ളിൽ നിന്നും പ്ലാസ്മിഡ്സിനെ എടുത്ത് പിന്നെ എന്താണ് ആ ഹ്യൂമൻസിൻ്റെ ഇൻസുലിൻ ജീനുമായിട്ട് എന്ത് ചെയ്യും? ഇതിനെ യോജിപ്പിച്ച് ബാക്ടീരിയയുടെ ഉള്ളിൽ വച്ച് കൊടുത്ത് അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ആ ഇൻസുലിൻ്റെ ജീനിനെ ബാക്ടീരിയയുടെ സഹായത്തോടെ പ്രൊഡ്യൂസ്
ചെയ്യുന്നത്. സോ അവിടെയും വെക്ടറായിട്ട് ആക്ട് ചെയ്തത് ആരായിരുന്നു? ഈ ബാക്ടീരിയയിലുള്ള പ്ലാസ്മിഡ് ആയിരുന്നു ജീനിനെ എന്ത് ചെയ്യാൻ, ഒരു സെല്ലിൽ നിന്നും അടുത്ത സെല്ലിലോട്ട് കൊണ്ടുപോകാൻ. അതായത് ആദ്യം സെല്ല് എവിടെയാണ് ഇരുന്നത്? ഹ്യൂമൻസിലാണ് ഇൻസുലിൻ സെല്ല് ഉണ്ടായിരുന്നത്. അതിനെ എങ്ങോട്ട് കൊണ്ടുപോയി? ബാക്ടീരിയയിലെ സെല്ലിലോട്ട് കൊണ്ടുപോയി. അതാര് കാരണമാണ് കൊണ്ടുപോയ? ഈ പ്ലാസ്മിഡ് കാരണമാണ് അങ്ങനെ കൊണ്ടുപോകാനായിട്ട് സാധിച്ചത്. സോ ഇത്തരത്തിൽ പുതിയ ജീൻസ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ആ സെൽസിലെ ജനിതക ഘടനയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ജനിതക കൂടിച്ചേരലിന് വേണ്ടി അതിൻ്റെ ഭാഗമായി മാറുകയാണ്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ജെനറ്റിക്സ് ഓഫ് ദ ഫ്യൂച്ചർ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് ഉടനെ വരുന്നതായിരിക്കും. സോ എല്ലാവർക്കും ഈ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായി ചോദിക്കാവുന്നതാണ്. ഈ ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് പറയുക. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. സോ നെക്സ്റ്റ് പാർട്ടുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. സോ എല്ലാവർക്കും താങ്ക് യു.